അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചെറിയ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇലക്ട്രോണിക്സിനോടൊക്കെ കുറച്ച് താല്പര്യമുള്ള പിള്ളേർക്ക് ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് മുതിർന്ന ആൾക്കാരാണ്. അപ്പോൾ UM66 എന്ന് പറയുന്ന ഈ ഒരു മ്യൂസിക്കൽ IC ആണ്. ഇത് നമ്മൾ ചെറുപ്രായത്തിലൊക്കെ ഇലക്ട്രോണിക്സിനോട് താല്പര്യമുള്ള സമയത്തൊക്കെ ഇതായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ജസ്റ്റ് ഒരു മ്യൂസിക്കൊക്കെ ഉണ്ടാക്കാനും അതുപോലെ ആസ്വദിക്കാനൊക്കെ ഈ ഒരു IC ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു. UM66 എന്ന് പറയുന്ന ഈ ഒരു മ്യൂസിക്കൽ IC. അപ്പോൾ ഇത് ഡയറക്റ്റ് നമുക്കൊരു സ്പീക്കറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ടിലൊരു മനോഹരമായൊരു ടോൺ നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ 8050 എന്ന് പറയുന്ന ഈ ഒരു ട്രാൻസിസ്റ്റർ വെച്ചിട്ട് നമ്മളിതിനൊന്ന് ആംപ്ലിഫൈ ചെയ്തിട്ട് ഉള്ള ഒരു മ്യൂസിക്കും കൂടിയിട്ട് നമുക്ക് ടോണിൻ്റെ ഒരു ആംപ്ലിഫൈ ചെയ്ത ഒരു സൗണ്ടും കൂടിയിട്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ രണ്ട് ടൈപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വയറിങ് മാത്രമാണ് നമുക്കിതിൽ കാണാനുള്ളൂ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. നമുക്ക് ഈ ICയുടെ പിന്നുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ മൂന്നാമത്തെ പിന്നിലാണ് നമ്മൾ സ്പീക്കറിൻ്റെ ഒരു കണക്ഷൻ കൊടുക്കാനുള്ളത്. അതുപോലെ സ്പീക്കറിൻ്റെ ഒരു കണക്ഷൻ നമ്മൾ ഈ ആദ്യത്തെ പിന്നിലാണ് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ ബാറ്ററിയുടെ 3 വോൾട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മൾ ഈ നടുക്കലെ പിന്നിൽ കൊടുക്കണം. ബാറ്ററിയുടെ നെഗറ്റീവ് നമ്മൾ ഈ ആദ്യത്തെ പിന്നിൽ കൊടുക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ കൊടുക്കാമെന്നുള്ളതും കൂടി നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് സ്പീക്കറിൽ നിന്ന് വരുന്ന ഈ 2 വയറുകൾ നമ്മൾ ഒരു വയർ എടുത്തിട്ട് ഈ ഒരു ICയുടെ ആദ്യത്തെ പിന്നിലും അതുപോലെ തന്നെ അടുത്ത വയർ എടുത്തിട്ട് മൂന്നാമത്തെ പിന്നിലാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, ഈ ഒരു ICയുടെ ആദ്യത്തെ പിന്നിലും അതുപോലെ തന്നെ മൂന്നാമത്തെ പിന്നിലാണ് സ്പീക്കർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ICയുടെ ആദ്യത്തെ പിന്നിൽ ഒരു നെഗറ്റീവ് വയർ ഞാനിവിടെ കണക്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ICയുടെ നടുക്കിലത്തെ പിന്ന്, അതായത് രണ്ടാമത്തെ പിന്നിൽ നമ്മൾ ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയും കൊടുക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ 2 വയറിലാണ് 3 വോൾട്ട് സപ്ലൈ കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് കൊടുത്തതിന് ശേഷം എങ്ങനെ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ പവർ കൊടുക്കുകയാണ്. 3 വോൾട്ടാണ് കൊടുക്കുന്നത്. 2 ബാറ്ററി നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു പവർ ബാങ്കിനകത്തൊക്കെ വരുന്ന 3.7ൻ്റെ ഒരു ബാറ്ററി നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നമുക്ക് തോന്നുന്നുണ്ടാവും കുറച്ചും കൂടി സൗണ്ട് കൂടി കഴിഞ്ഞാൽ നമുക്ക് സൈക്കിളിൻ്റെ മുകളിലൊക്കെ വെക്കാമെന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാറ്ററി വോൾട്ടേജ് കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ IC ഡാമേജ് ആയി പോവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 850 എന്ന് പറയുന്ന ഈ ഒരു ട്രാൻസിസ്റ്റർ കൂടിയിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളതും കൂടിയിട്ട് നമുക്ക് ഇനി അടുത്തായിട്ട് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു 8050 എന്ന് പറയുന്ന ഈ ഒരു ട്രാൻസിസ്റ്റർ എടുത്തതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് ബോർഡിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ UM66ൻ്റെ മൂന്നാമത്തെ പിന്നാണ് നമ്മൾ സ്പീക്കറിലേക്ക് കൊടുക്കാനുള്ള ഔട്ട്പുട്ടായിട്ട് എടുത്തതെങ്കിൽ ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ആദ്യത്തെ പിന്നിൽ, അതായത് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ആദ്യം കാണുന്ന ഒന്നാമത്തെ പിന്നിലാണ് നമ്മൾ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് എടുക്കാനായിട്ട് കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മൂന്നാമത്തെ പിന്നിലേക്ക് നമുക്ക് ഒരു പോസിറ്റീവ് വോൾട്ടേജാണ് നമുക്ക് കൊടുക്കേണ്ടത്. മൂന്നാമത്തെ പിന്നിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത ബാറ്ററിയിൽ നിന്ന് വരുന്ന 3 വോൾട്ടിൻ്റെ പോസിറ്റീവ് ലൈൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ആദ്യത്തെ പിന്ന് നമ്മൾ സ്പീക്കറിൽ കൊടുത്തു. മൂന്നാമത്തെ പിന്നിലേക്ക് ബാറ്ററിയിൽ നിന്നും വരുന്ന പോസിറ്റീവ് വോൾട്ട് ഒന്ന് നമ്മൾ UM66ലും കൊടുത്തു. അതിൽ നിന്ന് ഒരു വയറും കൂടി എടുത്തതിന് ശേഷം നമ്മൾ ട്രാൻസിസ്റ്ററിലും കൂടി കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ UM66ൻ്റെ മൂന്നാമത്തെ പിന്ന്, അതായത് നമ്മൾ നേരത്തെ സ്പീക്കർ കണക്ട് ചെയ്തിരുന്ന ആ മൂന്നാമത്തെ പിന്നിൽ നിന്നും ഒരു 100 ഓംസിൻ്റെ റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം 8050 ട്രാൻസിസ്റ്ററിൻ്റെ സെൻറ്ററിലുള്ള പിന്നിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അത് 100 ഓംസ് ആയാലും 1K ആയാലും നമുക്ക് അത് വിഷയമല്ല. നമുക്ക് ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് വഴിക്ക് നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പവർ ഒന്ന് കൊടുത്ത് നോക്കാം.
ഇപ്പം നമുക്ക് രണ്ടിൻ്റെയും വ്യത്യാസം അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള വയർ ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ട്രാൻസിസ്റ്റർ വെക്കാതെയും ഡയറക്റ്റ് UM66 വഴിക്കും നമുക്ക് എങ്ങനെ സൗണ്ട് വേരിയേഷൻ വരുന്നതെന്നും കൂടി നോക്കാം. ഇത് നമ്മൾ ട്രാൻസിസ്റ്റർ വെക്കാതെ കൊടുത്തിരിക്കുന്ന സൗണ്ടാണ്. ട്രാൻസിസ്റ്റർ വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് വ്യത്യാസം ഇതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാരെല്ലാം ചെയ്തു നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.